ഇന്ന് സ്റ്റോക്സ് തിയറം. ആദ്യം തിയറം പറയാം. ഫസ്റ്റ് എന്താണ് സ്റ്റോക്സ് തിയറം ജസ്റ്റ് പറയാം. ലെറ്റ് സിഗ്മ be a piecewise smooth oriented surface that is bounded by a simple closed piecewise smooth curve C. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ക്ലോസ്ഡ്, എന്താണ് സിമ്പിൾ കർവ്, എന്താണ് ക്ലോസ്ഡ് കർവ്, എന്താണ് piecewise smooth എന്നുള്ളത്. that is bounded by a simple closed piecewise smooth curve C with the positive orientation. If the components of the vector field f of xyz equal to f of xyzi plus g of xyzj plus h of xyzk are continuous first partial derivative on some open set containing sigma, and if t is the unit tangent vector to C, then integral over C f dot t ds this equal to double integral over sigma curl f dot nds. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും യൂസ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ്, അല്ലെങ്കിൽ യൂസ് സ്റ്റോക്സ് തിയറം ഫൈൻഡ് വർക്ക് ഡൺ. അപ്പോൾ സ്റ്റോക്സ് തിയറം ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്താ തിയറത്തിൽ എന്തെല്ലാം പറയണേ? സിഗ്മ ബി എ പീസ്വൈസ് സ്മൂത്ത് ഓറിയൻറ്റഡ് സർഫസ്. സിഗ്മ എന്താണ്? ഒരു സർഫസ് ആണ്. സെക്കൻഡ് പറയണത് ഈ സർഫസിൻ്റെ ബൗണ്ടറി അതാണ് ക്യാപിറ്റൽ സി. എന്താണ് അതിൻ്റെ പ്രത്യേകത? ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ സിമ്പിൾ ക്ലോസ്ഡ് പീസ്വൈസ് സ്മൂത്ത് കർവ് സി വിത്ത് ദി പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, പോസിറ്റീവ് ഓറിയൻറ്റേഷൻ, നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്, പറയാം. പിന്നുള്ളത് ഇഫ് കമ്പോണൻസ് ഓഫ് വെക്റ്റർ ഫീൽഡ് കമ്പോണൻസ് ദാറ്റ് ഈസ് എഫ് ജി എച്ച് അതിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം തന്നിട്ടുള്ള റീജിയണിൽ. പിന്നെ തന്നിട്ടുള്ള കർവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററാണ് ക്യാപിറ്റൽ ടി എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ, ഇതാണ് തിയറം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് പറയേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമുക്കറിയാം സ്റ്റോക്സ് തിയറം ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഇത് ബുദ്ധിമുട്ടാണ്. നമ്മൾ കഴിഞ്ഞ സർഫസ് ഇൻ്റഗ്രൽ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഡോട്ട് എൻ ഡി എസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് കറസ്പോണ്ടിങ് നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഏത് പ്രോബ്ലം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇതാണ് സ്റ്റോക്സ് തിയറം പറയുന്നത്. ദിസ് ഈക്വൽ ടു തന്നിട്ടുള്ള റീജിയണിൽ നമ്മൾ എന്താ ചെയ്യണത്? ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് സാധാരണ നോർമൽ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ആയിരുന്നു ഇതിൻ്റെ സാധാരണ നോർമൽ ഇൻ്റഗ്രൽ ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ ഡി എസ് ആണ്, ഇവിടെ ഡി എ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ തിയറി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാം, എങ്ങനെ ഈ സ്റ്റോക്സ് തിയറം വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് തെറ്റിക്കാതെ എങ്ങനെ ചെയ്യാം, ഇതാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ സ്റ്റോക്സ് തിയറം വെച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദിസ് ഈക്വൽ ടു ദിസ് ഈ രീതിയിൽ എഴുതിയാലും മതി. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതാണ്. വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഡി വൈ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇതിലേക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ. ഇവിടെ എഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ എൻ എന്നുള്ളത് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവുക എന്താണ് എന്നുള്ളതാണ്. ഈ എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും? ഇത് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. പിന്നെ തെറ്റിക്കാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ടാസ്കേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പറയണത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ തിയറം എന്താണെന്നുള്ളത് തിയറം പറഞ്ഞ് അത് നമ്മൾ ചെയ്യണത് നോർമൽ ഇൻ്റഗ്രലാണ് ചെയ്യാൻ പോണത്. ഏത് ക്വസ്റ്റ്യനും പ്രീവിയസ് ആയ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഇത് മെത്തേഡ് വെച്ചുകൊണ്ടാണ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് എൻ എങ്ങനെ സെലക്ട് ചെയ്യും? അതിൻ്റെ തൊട്ട് മുന്നേ രണ്ട് കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്കാണ് സ്റ്റോക്സ് തിയറം. അതിലെ
ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സെലക്ഷൻ ഓഫ് എൻ. അഥവാ ഇവിടുത്തെ എൻ എങ്ങനെ ചൂസ് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 2 രീതിയിലാണ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുക. ഒന്ന് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ, രണ്ടാമത്തെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. ഫസ്റ്റ് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ, സെക്കൻഡ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. എന്താണ് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ, എന്താണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റീജിയൻ, ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. തന്നിട്ടുള്ള ഒരു റീജിയൻ, ഇത് ആർ എന്ന റീജിയൻ, നിങ്ങൾക്ക് തന്നിട്ടുള്ള റീജിയൻ ആർ ആണെങ്കിൽ അതിനൊരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും. ഈ ഒരു ഓറിയൻറ്റേഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെ മനസ്സിലാക്കാം? അതാ പറയുന്നത്. ഈ ഒരു ഓറിയൻറ്റേഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെ മനസ്സിലാക്കാം? പറയാം. പോസിറ്റീവാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡയറക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കർവിലൂടെ നടക്കുക. നിങ്ങൾ ഈ ഡയറക്ഷനിൽ ഈ കർവിലൂടെ നടക്കുമ്പോൾ നമ്മളെ റീജിയൻ നിങ്ങളുടെ വലത്ത് സൈഡിലാണോ അല്ലെങ്കിൽ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. പോസിറ്റീവ് ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. ഒന്നുകൂടി പറയാം. തന്നിട്ടുള്ള റീജിയനിലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത ഭാഗം, അത് ആ ഓറിയൻറ്റേഷനിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, നിങ്ങൾ നടക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് നിങ്ങൾ നടക്കുമ്പോൾ ഈ ഭാഗം നമ്മളെ റീച്ച് ചെയ്താണ്. ഈ ഭാഗം നിങ്ങൾ റൈറ്റ് സൈഡിലാണെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് സൈഡിലാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയാം. അഥവാ നിങ്ങളൊരു കർവിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ റീജിയൻ, തന്നിട്ടുള്ള റീജിയൻ റൈറ്റ് സൈഡിലാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്നാണ് ഇതിനെ പറയാം. ഇനി തന്നിട്ടുള്ള റീജിയൻ ഇവിടെ ഞാൻ ഈ രീതിയിൽ വരയ്ക്കാൻ പോവാം. ഇതാണ് നമ്മളെ റീജിയൻ ആർ. ഇവിടെ ഞാൻ ഈ രീതിയിലാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് കർവ്, അതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ഈ സൈഡിലൂടെ നടക്കുക, ഇങ്ങോട്ടാണ് നടക്കുക. ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളെ റീജിയൻ നിങ്ങളുടെ പോസിറ്റീവ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് നടക്കുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലാണ് നിങ്ങളെ റീജിയൻ. ഇങ്ങോട്ട് നടക്കുമ്പോൾ നിങ്ങളെ ലെഫ്റ്റ് സൈഡിലാണ് റീജിയൻ. ഓക്കെ, ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. ഈ കർവിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഈ ഭാഗം വരിക, മനസ്സിലാവും. ലെഫ്റ്റ് സൈഡാണ് ഈ ഭാഗം വരിക. ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. ഇനി ഈ രീതിയിൽ നടക്കുകയാണെങ്കിലോ, നമ്മളെ റീജിയൻ ഇതാണെങ്കിൽ റീജിയൻ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ ചെക്ക് ചെയ്യാം. ഈ ഡയറക്ഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ റീജിയൻ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ദെർഫോർ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഈ ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളെ റീജിയൻ. നിങ്ങൾ നടക്കുന്നത് ഈ കർവിലൂടെയാണ്. തൊട്ട് മുന്നേ ഇതായിരുന്നു റീജിയൻ. ഞാൻ ഇനി പറയാൻ പോണത് റീജിയൻ ഇതാണെങ്കിൽ നിങ്ങൾ ഈ ഓറിയൻറ്റേഷൻ എന്തായി, ഈ ഓറിയൻറ്റേഷൻ ഈ രീതി നടക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് നിങ്ങളെ റീജിയൻ കിടക്കുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. അപ്പോൾ റീജിയനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നടക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ വരും. ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ റീജിയൻ ഇതാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ് വരിക. റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ്, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ്, ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്. ഒന്നും കൂടി പറയാം. റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ്, തന്നിട്ടുള്ള ആരോ മാർക്ക് ചെയ്ത ആ സൈഡ് നിങ്ങൾ നടക്കുകയാണെങ്കിൽ റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കേക്ക് നെഗറ്റീവ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു ഡോസ് ഡിവൈഡ് ബൈ n. 2 രീതിയിലാണ് വരിക. ഒന്നാമത്തെ n ഈക്വൽ ടു ഡോസ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോസ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ. മൂന്നാമത്തെ ടേം ഡെറിവേറ്റീവ് ഒന്നല്ല, ജസ്റ്റ് മൈനസ് കെ. രണ്ടാമത്തത് ഇവിടെ പ്ലസും ഇതിന് രണ്ടിനും നെഗറ്റീവ്. ദാറ്റ് ഈസ് മൈനസ് ഡോസ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോസ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. അപ്പോൾ റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കേക്ക് നെഗറ്റീവ്. ആ രീതിയിൽ പഠിച്ചാൽ മതി. ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. മനസ്സിലായോ? ഓക്കെ, ആരും ലെഫ്റ്റ് ആയിട്ടില്ലല്ലോ. ഇനി ഒന്നും കൂടി പറയാം. തന്നിട്ടുള്ള റീജിയനിലൂടെ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് തോന്നുക. ഈ ചാപ്റ്ററിൽ ഏറ്റവും എങ്ങനെ ചൂസ് ചെയ്യും, ബാക്കി സിമ്പിളാണ്. നിങ്ങൾ തന്നിട്ടുള്ള
ഓറിയൻറ്റേഷനിൽ നടക്കുക. തന്നിട്ടുള്ള ഓറിയൻറ്റേഷനിൽ നടക്കുമ്പോൾ റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ കേക്ക് നെഗറ്റീവ്. തന്നിട്ടുള്ള ഓറിയൻറ്റേഷൻ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ നിങ്ങളെ റീജിയൻ ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പ്ലസ് കെ. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലെയും n മാത്രം ഒന്ന് സെലക്ട് ചെയ്യണം. n എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്. ഓക്കെ, അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രോബ്ലം ചെയ്യാം. നമുക്ക് വേണ്ട എന്താണ്, നമ്മളെ തിയറത്തിൽ വേണ്ട എന്താണ്, തിയറത്തിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പോണത് എഫ് അറിയണം, അതേപോലെ n അറിയണം. എന്നിട്ട് തെറ്റിക്കാതെ ഡബിൾ ഇൻ്റഗ്രൽ ചെയ്താൽ മതി. അപ്പോൾ തന്നിക്കണ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, പക്ഷേ അതിൽ n എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്. അഥവാ എഫ് കിട്ടി, അതിൻ്റെ കേളി എഫ് കണ്ടുപിടിക്കുക, n വെച്ച് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക, നമ്മളെ റീജിയണിൽ തന്നിട്ടുള്ള റീജിയണിൽ ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യാം. ഓക്കെ, നമുക്കതിലേക്ക് വരാം. അതിൻ്റെ തൊട്ട് മുന്നേ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് അതിലെ എഫും എന്നും ജസ്റ്റ് എഴുതി വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വർക്ക്. ഒരു ക്ലാസ് കൊണ്ട് എടുക്കേണ്ട പോർഷൻ അല്ല ഇത് മിനിമം 2 ഹവർ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് വർക്ക് ഡൺ പെർഫോമഡ് ബൈ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് വർക്ക് ഡൺ പെർഫോമഡ് ബൈ ദി ഫോഴ്സ് ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ പ്ലസ് 4xy ക്യൂബ് ജെ പ്ലസ് വൈ സ്ക്വയർ എക്സ് കെ ഓൺ ദി പാർട്ടിക്കിൾ ദാറ്റ് ട്രാവൽസ് ദി റെക്റ്റാങ്കിൾ സി ഇൻ ദി പ്ലെയിൻ z is equal to y ഷോൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും ഏതാണ് നമ്മളെ റീജിയൻ എന്നതും അതേപോലെ ഏതാണ് കർവ് എന്നതും. ഓക്കെ, നമുക്ക് നോക്കാം. എഫ് എന്താണ്, എഫ് എക്സ് സ്ക്വയർ ഐ പ്ലസ് 4xy ക്യൂബ് ജെ പ്ലസ് വൈ സ്ക്വയർ എക്സ് കെ, ഇതാണ് എഫ്. എൻ നമ്മളെ റീജിയൻ, സിഗ്മയാണ് നമ്മളെ സർഫസ്. നമ്മൾ തന്നിട്ടുള്ള തിയറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്മയാണ് നമ്മളെ സർഫസ്, അതിൻ്റെ ബൗണ്ടറിയാണ് സി. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ തന്നിട്ടുണ്ട്, സിഗ്മ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കർവ്, ഇതിൻ്റെ ബൗണ്ടറിയാണ് ഇത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അഥവാ ഈ സൈഡിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ ഈ ഒരു ഓറിയൻറ്റേഷനിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഭാഗം നിങ്ങളുടെ റൈറ്റ് ആണോ വരിക, ലെഫ്റ്റ് ആണോ വരിക? ഈ ഭാഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ ഭാഗം നമ്മളെ റീജിയണ്, നമ്മൾ തന്നിട്ടുള്ള സർഫസ് നിങ്ങൾ ഏത് ഭാഗത്താണ് വരിക അല്ലേ? ഈ ഭാഗത്ത് കൂടി നടക്കുമ്പോൾ നമുക്കറിയാം. ഒന്നും കൂടിയും പറയാം. ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിൽ തന്നിട്ടുള്ള ഒന്നും കൂടി റിസൾട്ട് പറയാം. നെഗറ്റീവ്ലി ഓറിയൻറ്റഡും പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള റീജിയൻ റൈറ്റ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ്, റൈറ്റ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ് ഓറിയൻറ്റഡ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പോസിറ്റീവ് ഓറിയൻറ്റഡ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഈ രീതി നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ, ഈ രീതി പോവുകയാണെങ്കിൽ നിങ്ങളെ നമ്മളെ റീജിയൻ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്, പോസിറ്റീവ്. ഡയറക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹലോ, തന്നിട്ടുള്ള ക്വസ്റ്റ്യനുണ്ട് ഡയറക്ഷൻ ഷോൺ ബിലോ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഡയറക്ഷൻ നിങ്ങൾ വിചാരിക്കുക. ഈ ഡയറക്ഷൻ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ ചെക്ക് ചെയ്യുക. ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഏത് സൈഡാണ്? റൈറ്റ് ആണെങ്കിൽ എന്താ പറഞ്ഞേ? റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഓറിയൻറ്റഡ്, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മാറ്റർ. തന്നിട്ടുള്ള ഡയറക്ഷനിൽ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അങ്ങനെ ചെക്ക് ചെയ്യുക, റൈറ്റ് സൈഡാണോ ചെക്ക് ചെയ്യുക. ഇവിടെ നോക്കി ഈ സൈഡിൽ കൂടി നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഈ റൈറ്റ് ഭാഗത്താണ് നിങ്ങളെ റീജിയൺ. റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ മൈനസ് കെ വരും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. മനസ്സിലായോ? റെഡിയാണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റാണ് ചെയ്യണത്. ഇത് മാത്രം എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ്, അടുത്തത് യൂസ് സ്റ്റോക്സ് തിയറം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ.
integral over C f dot dr, where f equal to zxi plus 4x square y square j plus yxk, where C is the triangle with vertices. സി തന്നിട്ടുണ്ട് വിത്ത് വേർട്ടിസസ്. ഇവിടെ ഓറിയൻറ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഓറിയൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഫിഗർ തന്നിട്ടില്ല. പിന്നെ വെർട്ടിസസ് പറഞ്ഞുകൊണ്ട് വെർട്ടിസസ് എനിക്കൊന്നത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ മിസ്സിംഗ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിലെ ഓറിയൻറ്റേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതാക്കി എടുക്കണം? പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആക്കി എടുക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴുള്ള രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഓറിയൻറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആക്കി എടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി, യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വേർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് തന്നിട്ടുണ്ട്. പക്ഷേ സി എന്താണ്? ഒരു ട്രയാങ്കിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സി ഒരു ട്രയാങ്കിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഓറിയൻറ്റേഷനെ കുറിച്ച് ഒന്നും നമുക്ക് കാണാനില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആക്കി എടുക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടെ എൻ എന്താണ്? എൻ ഈക്വൽ ടു എന്താണ്? ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ, പോസിറ്റീവ് ആണെങ്കിൽ കേക്കാണ് പോസിറ്റീവ് കൊടുക്കുക. കേക്ക് പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയെല്ലാം നെഗറ്റീവ്. ദാറ്റ് ഈസ് മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. മനസ്സിലായോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അയക്കാം, വീഡിയോ അയക്കാം, മെറ്റീരിയൽ അയക്കാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ജസ്റ്റ് പെൻഡിങ് ആണ്, ഞാൻ ഇന്ന് എല്ലാം അയക്കാം. നെക്സ്റ്റ്, അപ്ലൈ സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് 2x minus y dy plus y plus z dz, where C is the boundary of the triangle with the vertices. ഒരു കാര്യം പറയണില്ല, ഓറിയൻറ്റേഷനെ കുറിച്ച് ഒന്നും പറയണില്ല ക്വസ്റ്റ്യനിൽ. ഒരു പക്ഷേ ഓറിയൻറ്റേഷനെ കുറിച്ച് സ്പെസിഫിക് ആയി പറയും. അപ്പോൾ നിങ്ങളെ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ ചെക്ക് ചെയ്യുക, അത് വെച്ച് നിങ്ങൾ ചെയ്യാം. ഇനി ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ ഓറിയൻറ്റേഷനെ കുറിച്ച് ഒരു ഡാറ്റയും തന്നിട്ടില്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആക്കി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ദെർഫോർ എൻ ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് കെ. പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ പ്ലസ് കെ, പ്ലസ് ആണെങ്കിൽ ബാക്കിയെല്ലാം നെഗറ്റീവ്. ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് ദി സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ where f equal to x minus 2i plus y minus zj plus z minus xk, and C is the circle x square plus y square equal to a square in the xy plane with the counter clockwise orientation looking down the positive z axis. പോസിറ്റീവ് z ആക്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതെന്താണ് തന്നിട്ടുള്ളത്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഡയറക്ഷനിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താണ്? സർക്കിളാണ്. നമ്മളെ കർവ് എന്താണ്? കർവ് പറഞ്ഞ സർക്കിളാണ്. ഇതാണ് നമ്മളെ റീജൺ ഇതാണ്. ഇനി നോക്കുക, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മളെ റീജണ് പോസിറ്റീവാണോ? നമ്മൾ ഈ ഡയറക്ഷൻ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വരിക? ഈ രീതിയിൽ വരികയാണെങ്കിൽ ലെഫ്റ്റിലാണ് നമ്മളെ റീജൻ വരിക. ലെഫ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ലെഫ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവാണ്. ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്, റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ഈ ഒരു കാര്യം തെറ്റിക്കരുത്. ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ഈ രീതിയിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ റീജിയൻ ലെഫ്റ്റിലാണ് കിടക്കുന്നത്. ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ എന്നെ എങ്ങനെ ചൂസ് ചെയ്യണം? ദാറ്റ് ഈസ് പോസിറ്റീവ് കെ. ദാറ്റ് ഈസ് മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്ലൈ സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വേർ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഐ പ്ലസ് 2xyj
ആൻഡ് സി ഈസ് ദി റെക്റ്റാങ്കിൾ ഇൻ ദി XY പ്ലെയിൻ ബോണ്ടഡ് ബൈ ദി ലൈൻസ്. ഇവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ ഓറിയൻറ്റേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ചെയ്യേണ്ടത് ഓറിയൻറ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആക്കി എടുക്കണം. ദാറ്റ് ഈസ് n ഈക്വൽ ടു പ്ലസ് കെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണ്. ദെർഫോർ ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ z ഡിവൈഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം നമുക്ക് പ്രോബ്ലം ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ നോട്ട്സ് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക, പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ where f of xyz equal to yzi plus yzj, sorry xyi plus yzj plus zxk, where c is the triangle in the plane x plus y plus z equal to 1 with the vertices വന്നിട്ടുണ്ട് with counter clockwise direction looking from the first octant toward the origin. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും looking from the first octant toward the origin അഥവാ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് വെർട്ടിസസ് ഇതാണ് 1 0 0, ദാറ്റ് ഈസ് എക്സ് വൈ സെഡ്. 1 0 0 ഇവിടെ കിടക്കും. നെക്സ്റ്റ് 0 1 0 ഈ പോയിന്റിൽ കിടക്കും. നെക്സ്റ്റ് 0 0 1 അത് സെഡ് ആക്സിൽ കിടക്കും അല്ലേ. എക്സ് ആക്സിൽ കിടക്കും. നെക്സ്റ്റ് വൈ ആക്സിൽ 1 കിടക്കും. സെഡ് ആക്സിൽ 1 കിടക്കും. ഇതാണ് നമ്മൾ ട്രയാങ്കിൾ. ഇതെല്ലാം മൂന്നും യോജിപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഒരു റൂമിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. ഏതാണ് ഇതാണ് നമ്മളെ താഴത്തെ റീജിയൻ. ഓക്കെ, XY പ്ലെയിനിൽ ഈ അടിയത്തെ ട്രയാങ്കിൾ കിട്ടും. നമ്മളെ റീജിയൻ എന്താണ്, ഇതാണ് നമ്മളെ കർവ്. ഈ കർവ് ഏത് രീതിയിലാണ് പോണത്, വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതാണ് ഡയറക്ഷൻ. ഇവിടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ റീജിയനിൽ പോകുമ്പോൾ നമ്മളെ തന്നിട്ടുള്ള ഈ കർവിൻ്റെ ഓറിയൻറ്റേഷനിൽ പോകുമ്പോൾ നമ്മളെ റീജിയൻ, ഇതാണ് നമ്മളെ റീജിയൻ. ഇപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ. ഓക്കെ, ഏതാണ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മളെ ലെഫ്റ്റിലാണ് കിടക്കുക. ലെഫ്റ്റിലാണെങ്കിൽ പോസിറ്റീവ്. നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യുക. കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കി എക്സാം വരുമ്പോഴും ഇത്രയും സമയം എടുത്ത് മനസ്സിലാക്കി ചെയ്യുക. കാരണം ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ദെർഫോർ n ഈക്വൽ ടു ലെഫ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് കെ. ദാറ്റ് ഈസ് ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ z ഡിവൈഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോ പ്രോബ്ലം എടുത്തിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നിച്ചെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് വർക്ക് ഡൺ. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ വീണ്ടും പറയണു, ഇതിൻ്റെ തിയറിയോ വേറെ കാര്യങ്ങളോ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യണില്ല. എങ്ങനെ ഇവിടുന്ന് സ്കോർ ചെയ്യാം ഇത് മാത്രമാണ് പറയണത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ, നമുക്ക് അറിയേണ്ട എന്താണ്, നമുക്ക് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ അറിയണം. ഓക്കെ, പറയോ. ഇല്ല ഇത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം. ഇത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് മെത്തേഡ് വീണ്ടും പറയുകയാണെങ്കിൽ ഗ്രീൻ സിയർ ഉപയോഗിക്കാം. പക്ഷേ ഗ്രീൻ സിയർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ROT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റീജണോ എന്തെങ്കിലും തരണം. മനസ്സിലായോ? അപ്പോൾ എക്സാമിന് വരാത്തൊരു ക്വസ്റ്റ്യനാണ്. എക്സാമിന് ഇതുവരെ വന്ന എല്ലാ ക്വസ്റ്റ്യനിലും യൂസ് സ്റ്റോക്സ് തിയറം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ആ രീതിയിൽ അവർ തരുന്നത്. അതേപോലെ യൂസ് ഗ്രീൻ തിയറം അങ്ങനെ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? യൂസ് സർഫസ് ഇൻ്റഗ്രൽ, യൂസ് ഡൈവർജൻസ് തിയറം. ഇത് ഇങ്ങനെ പറയാൻ കാരണം ഈ 4 തിയർ ഉപയോഗിച്ച്, അഥവാ 4 തിയർ അല്ല, സ്റ്റോക്സ് തിയറം, അതേപോലെ ഗ്രീൻ തിയറം, ഡൈവർജൻസ് തിയറം, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പക്ഷേ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും.
3 ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഡാറ്റ വേറെ രീതിയിൽ തന്നാൽ മതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ചാപ്റ്ററിന് വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാനോ വർക്ക് ഡൺ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഗ്രീൻ സീറം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി സ്റ്റോക്ക് സീറം വെച്ച് ചോദിക്കുകയാണെങ്കിൽ യൂസിങ് സ്റ്റോക്ക് സീറം ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഇവിടെ അത് ഞാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ് വർക്ക് ഡൺ? ഇനി ഞാൻ വീണ്ടും പറയണു, ഇത് വെച്ച് കണ്ട് വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ക്ലോസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇതായിരുന്നു വർക്ക് ഡൺ ഇക്വേഷൻ. ദിസ് ഈക്വൽ ടു നിങ്ങൾ ചെയ്യേണ്ടത് ദിസ് ഈക്വൽ ടു ഡബിൾ യൂസിങ് ഇൻ ദ സ്റ്റോക്ക് തിയറം ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സി കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പോൾ സ്റ്റോക്ക് തിയറം ഉപയോഗിച്ച് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഇതേപോലെ എഴുതി വെക്കുക. കാരണം സ്റ്റോക്ക് തിയറം ഉപയോഗിച്ചും വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ സ്റ്റോക്ക് തിയറം ഉപയോഗിച്ച് വർക്ക് ഡൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എടുത്ത് എഴുതണം. വർക്ക് ഡൺ ഈക്വൽ ടു ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. നമുക്കറിയാം ഇത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നമ്മൾ ചെയ്യാൻ പോണത് ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ തന്നിട്ടുള്ള റീജിയണിൽ കേൾ എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡി എ. ഡി എസിന് പകരം നമ്മൾ ഡി എ എടുത്തു, സിഗ്മ പകരം ആർ എടുത്തു. ഈ തിയറത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സർഫസ് ഇൻ്റഗ്രൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്താണ് കേൾ എഫ്? എഫ് നിങ്ങൾക്ക് അറിയാം. എന്താണ് കേൾ എഫ്? കേൾ എഫ് ദാറ്റ് ഈസ് കേൾ എഫ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ. നെക്സ്റ്റ് ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ ഡിവൈഡ് ബൈ ഡോ വൈ ഡോ ഡിവൈഡ് ബൈ ഡോ സെഡ്. നെക്സ്റ്റ് എക്സ് സ്ക്വയർ 4xy ക്യൂബ് വൈ സ്ക്വയർ എക്സ് ദാറ്റ് ഈക്വൽ ടു ഐ ഇൻറ്റു നെക്സ്റ്റ് ഈ നിൽക്കുന്ന കോളം റോയും ഒഴിവാക്കി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഡെറിവേറ്റീവ് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് 2yx മൈനസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് ചെയ്യും. ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് മൈനസ് ജെ ഇൻറ്റു ജെ നിൽക്കുന്ന കോളം റോയും ഒഴിവാക്കും ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യും. ദാറ്റ് ഈസ് വൈ സ്ക്വയർ. നെക്സ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് ചെയ്യും. ദാറ്റ് ഈസ് -0 പ്ലസ് കെ ഇൻറ്റു നെക്സ്റ്റ് ഇത് നിൽക്കുന്ന കോളം റോയും ഒഴിവാക്കും ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യും. ദാറ്റ് ഈസ് 4y ക്യൂബ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യും. ദാറ്റ് ഈസ് 0. ദാറ്റ് ഈക്വൽ ടു 2xyi മൈനസ് വൈ സ്ക്വയർ ജെ പ്ലസ് 4y സ്ക്വയർ വൈ ക്യൂബ് കെ. ഇനി n എന്താണ്? n എന്താ? n ഈക്വൽ ടു നമ്മൾ അറിയാം. n ഈക്വൽ ടു z എന്ന ഫംഗ്ഷനെ z നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കിട്ടും. z നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ തന്നിട്ടുണ്ടായിരിക്കും. ഇൻഡയറക്റ്റ് ആണെങ്കിൽ വളരെ സിമ്പിളാണ്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാവും എന്താണ് z എന്നുള്ളത്. ഡയറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ മനസ്സിലാവും z is equal to y where c in the plane z is equal to y. ദാറ്റ് ഈസ് n നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്. n പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് n ഈക്വൽ ടു ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ z ഡിവൈഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ. z എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും ഡെറിവേറ്റീവ് ചെയ്യണം, എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ ദിസ് ഈക്വൽ ടു ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് 0i വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0 ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോഴോ ദാറ്റ് ഈസ് 1j മൈനസ് കെ. ദാറ്റ് ഈസ് j മൈനസ് കെ. That is n equal to j minus k. That is 0i plus j minus k. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ കേൾ എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡി എ ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്താണ് കേൾ എഫ്? കേൾ എഫ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 2xyi മൈനസ് വൈ സ്ക്വയർ ജെ പ്ലസ് 4y ക്യൂബ് കെ ഡോട്ട് 0i പ്ലസ് ജെ മൈനസ് കെ ഡോട്ട് ഇൻറ്റു ഡി എ. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു
ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് ആണ് പിടിക്കുക. ഐയുടെ കോഫിഷ്യൻറ്റും ഇവിടുത്തെ ഐയുടെ കോഫിഷ്യൻറ്റും ഗുണിക്കും. 0 ഇൻറ്റു ദിസ് ദറ്റ് ഈസ് 0. നെക്സ്റ്റ് +1 ഇൻറ്റു -y², ദറ്റ് ഈസ് -y². നെക്സ്റ്റ് -1 ഇൻറ്റു 4y³ ദറ്റ് ഈസ് -4y³ ഇൻറ്റു dA ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ -1 പുറത്തേക്ക് എടുക്കാം y² + 4y³ ഇൻറ്റു dy dx. ഇത്രയും കിട്ടി. ഇത്രയും നിങ്ങൾ തെറ്റിക്കാതെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കേ പോവുള്ളൂ. കാരണം ഫൈനൽ ആൻസറിന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ഫൈനൽ ആൻസറിന് നിങ്ങൾക്ക് 1 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാലും 7 മാർക്കാണെങ്കിൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, 5 മാർക്കാണെങ്കിൽ 4 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അറിയുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങൾ ചെയ്തു വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ dy dx ആ. എക്സും വൈയും നിങ്ങൾ നോക്കുക. ഇതാണ് എക്സ് വൈ പ്ലെയിനിൽ. എക്സ് അവിടെ മുതൽ അവിടെ വരെ വരയ്ക്കണോ? ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എക്സ് വൈ പ്ലെയിനിൽ വരച്ച് നോക്ക്. ഇത് വൈ, ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്. വൈയിൽ ഏത് വരെ പോണത്? ഇതാണ് നമ്മൾ ചതുരം, ഒരു റെക്റ്റാങ്കിളാണ് കിട്ടുന്നത്. അഥവാ എക്സിൽ 0 മുതൽ 1 വരെ. പിന്നെ വൈയിലാണ്, വൈയിലോ 0, ഇവിടെ 3 ആണ്. 3 ആണ് ഇവിടുത്തെ നമ്പർ, ഇവിടെ 1 ആണ്. അപ്പോൾ എക്സിൽ 0 മുതൽ 1 വരെ. വൈ എത്ര ഹൈറ്റിലാണ്? 0 മുതൽ 3 വരെ. ദാറ്റ് ഈസ് 3 പൊക്കത്തിൽ ഒരു ചതുരം. ഇനി സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ലിമിറ്റ്. ചതുരമാണ്, ചതുരം ആയതുകൊണ്ട് രണ്ടിനും കോൺസ്റ്റന്റ് ലിമിറ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വാരി ചെയ്യുന്നത് എവിടുന്ന? 0 മുതൽ 1 വരെ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ഈ ഫിഗർ തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഡാറ്റ തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഫിഗറിന് നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് കിട്ടും. ദാറ്റ് ഈസ് എക്സ് 0 മുതൽ 1 വരെ. വൈ വാരി ചെയ്യുന്നതോ 0 മുതൽ 3 വരെ. ദാറ്റ് ഈസ് ദിസ് ഡബിൾ ഇൻ്റഗ്രൽ y² + 4y³ ഇൻറ്റു dy dx. എക്സ് വാരി ചെയ്യണത് 0 to എക്സിൻ്റെ ലിമിറ്റ് നിങ്ങൾ എന്താ ശ്രദ്ധിച്ച് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ പുറത്തും വൈയുടെ ഇൻ്റഗ്രൽ അകത്തുമാണ്. ദർഫോർ എക്സിൻ്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് 0 to 3. ഓക്കെ, ദിസ് ഈക്വൽ ടു ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. ദറ്റ് ഈസ് y³ by 3 + 4y⁴ divided by 4. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 to 3 ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 ഇൻറ്റു dx ദാറ്റ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? ഇവിടെ 3³ 3 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 3 കംപ്ലീറ്റ് ചെയ്താം. 3³ divided by 3 + 4 ക്യാൻസൽ ചെയ്യാം +3⁴. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to 1 ഇൻറ്റു dx. ഓക്കെ, ഇത്രയും കോൺസ്റ്റൻ്റാണ്. വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ ഞാൻ പുറത്ത് കളി. നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ജസ്റ്റ് ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇനി ഇത്രയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 3 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 3² + 3⁴. ബാക്കി എന്തുണ്ട്? ഇൻ്റഗ്രൽ 0 to 1 dx ദാറ്റ് ഈക്വൽ ടു -3² + 3⁴. ഇത് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എന്തായി? ആൻസർ 1 ആ കിട്ടുക. ദർഫോർ ദിസ് ആണ് ആൻസർ. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ നിങ്ങൾ തെറ്റിക്കാതെ ചെയ്യുക. ഇതിലുള്ള തിയറിയാണ് നമ്മൾ ഇവിടെ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഇതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കോപ്പി അയക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റിക്കാതെ ചെയ്യുക. കാരണം ഇതിന് 1 മാർക്കേ ഉള്ളൂ. ഇത് ശരിയാക്കണമെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഈ N സെലക്ട് ചെയ്യണതും റീജിയൻ കണ്ടുപിടിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C. ഇവിടെ നോക്കി, ഇത് തന്നെയാണ് വർക്ക് ഡൺ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഇതൊരു വ്യത്യാസമല്ല. ഇവിടെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് വർക്ക് ഡൺ എന്താ ചോദിച്ചിട്ടില്ല. കാരണം സ്റ്റോക്സ് തിയറത്തിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ അത് സ്പെസിഫിക് ചെയ്യാത്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഫൈൻഡ് വർക്ക് ഡൺ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ്. ഇവാലുവേറ്റ് ചെയ്യണമെന്നാ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ വർക്ക് ഡൺ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ C F.dr വേർ എഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഇത് നിങ്ങൾ തൊട്ട് മുന്നേ നമ്മൾ ഒന്നിച്ച് പറഞ്ഞു. കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന ടൈമിലും ഇപ്പോൾ കോളേജിലെടുത്ത എല്ലാ ക്വസ്റ്റ്യനിലെയും എങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എഫ് എന്താണ്? എഫ് ഈക്വൽ ടു ZXi പ്ലസ് 4x²y²j പ്ലസ് yxk. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? കേൾ എഫ്. തിയറം ഇതാണ്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ ഓവർ ആർ കേൾ എഫ് ഡോട്ട് എൻ ഡി എ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ ശരിയാണ്. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. ദെർഫോർ കേൾ എഫ് ഈക്വൽ ടു ഐ ജെ കെ ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ ഡിവൈഡ് ബൈ ഡോ വൈ ഡോ ഡിവൈഡ് ബൈ ഡോ സെഡ്. ഇനി എന്താണ് എഫ്? ZX 4x²y² yx. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇതിനെ ഇത് ഈ കോളം ഈ റോയും ഒഴിവാക്കി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യും, ദാറ്റ് ഈസ് എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് ചെയ്യും, ദാറ്റ് ഈസ് 0 മൈനസ് ജെ ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഈ നിൽക്കുന്ന കോളം റോ ഒഴിവാക്കും, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യും, ദാറ്റ് ഈസ് വൈ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് ചെയ്യും, ദാറ്റ് ഈസ് മൈനസ് എക്സ് പ്ലസ് കെ ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു കോളം റോയും ഒഴിവാക്കും, എന്നിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യും, ദാറ്റ് ഈസ് 8xy² മൈനസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 0. ദെർഫോർ xi നെക്സ്റ്റ് മൈനസ് y മൈനസ് xj പ്ലസ് 8xy²k. ഇനി എന്താണ് എൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഇതിൻ്റെ മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ്. സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യണം, ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു വൈ തന്നിട്ടുണ്ട്. ദെർഫോർ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0i, ദാറ്റ് ഈസ് 0i. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ മൈനസ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 1 കിട്ടും, പിന്നുള്ളത് പ്ലസ് കെ, ദാറ്റ് ഈസ് 0i മൈനസ് 1j പ്ലസ് കെ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ആരും ലെഫ്റ്റ് ആയിട്ടില്ലല്ലോ? ഞാൻ ചെക്ക് ചെയ്യണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആൻസറിലേക്ക് പോകാം. ദെർഫോർ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ കേൾ എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡി എ ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്തായിരുന്നു കേൾ എഫ്, ദാറ്റ് ഈസ് xi മൈനസ് y മൈനസ് xj പ്ലസ് 8xy² ഡോട്ട് മൈനസ് 0i മൈനസ് j പ്ലസ് k ഇൻറ്റു ഡി എ ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 0 ആവും, കാരണം ഐയുടെ കോഷ്യൻ്റ് 0 ആയിരുന്നു. സെക്കൻഡ് ടേം മൈനസ് പ്ലസ് ആയി, ബാക്കിയുള്ളത് y മൈനസ് എക്സ്. തേർഡ് ടേം 1 ഇൻറ്റു ദറ്റ് ഈസ് പ്ലസ് 8xy² ഇൻറ്റു dx dy. ഇനി എന്താ ഇത്രയും ചെയ്ത് ഞാൻ മുന്നേ പറഞ്ഞു, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90% മാർക്ക് കിട്ടും. ഇനി എന്താ വേണ്ടത്? എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്, വൈ വാരി ചെയ്യുന്നത് 0 മുതൽ 3 വരെയാണ്. ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ y മൈനസ് എക്സ് പ്ലസ് y മൈനസ് എക്സ് പ്ലസ് 80xy² ഇൻറ്റു ഫസ്റ്റ് ചെയ്യണത് dy. ഏത് ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് dx dy. എക്സിൻ്റെ ലിമിറ്റ് എന്ത് ചെയ്താൽ ഫസ്റ്റ് ചെയ്യാം, ദറ്റ് ഈസ് 0 to 1. വൈയുടെ ലിമിറ്റ് 0 to 3. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 3 y മൈനസ് yx മൈനസ് x²/2 പ്ലസ് 80x²y² ഡിവൈഡ് ബൈ 2.
അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to 1 ആയിരുന്നു ഇൻറ്റു ഡി വൈ. നെക്സ്റ്റ് ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? വൈ എക്സിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ദെർഫോർ വൈ മൈനസ് 1/2 നെക്സ്റ്റ് പ്ലസ് 4y² ഇൻറ്റു ഡി വൈ. സിമ്പിൾ ഇൻ്റഗ്രലായി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോകും, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് y² 2 മൈനസ് 1/2y പ്ലസ് 4y³ 3. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to 3. ദാറ്റ് ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9/2 മൈനസ് 9/2 3/2 പ്ലസ് ഇവിടെ കൊടുക്കുമ്പോൾ 4/3 ഇൻറ്റു 3³ ദാറ്റ് ഈക്വൽ ടു 9/2 മൈനസ് 3/2. 3 ഇവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി 3² പറഞ്ഞാൽ 9, ദറ്റ് ഈസ് 4 ഇൻറ്റു 9 ദറ്റ് ഈസ് പ്ലസ് 36. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്യുക, ആൻസർ ചെയ്താൽ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായി. അടുത്ത പ്രോബ്ലം ചെയ്യാം. അപ്ലൈ സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും വർക്ക് ഡൺ. അത് ഗ്രീൻസ് തിയറത്തിൽ നമ്മൾ ഈ രീതിയിലും വർക്ക് ഡൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്സ് തിയറം ഉപയോഗിക്കാൻ. ഓക്കെ, അപ്ലൈ സ്റ്റോക്സ് തിയറം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? സ്റ്റോക്സ് തിയറം എന്താണ് എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി ഇൻ്റഗ്രൽ എന്തായാലും സ്റ്റോക്സ് തിയറം ഇൻ്റഗ്രൽ സ്റ്റോക്സ് തിയറം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഈക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി ക്ലോസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പോൾ ഇവിടെ അപ്ലൈ സ്റ്റോക്സ് തിയറം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ സ്റ്റോക്സ് തിയറത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്സ് തിയറത്തിൻ്റെ മെയിൻ റിസൾട്ട് ഫസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ ഓവർ സി കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ കേൾ എഫ് ഡോട്ട് എൻ ഡി എ. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ വേണ്ടേ? എഫ് അറിയാം. എഫ് എന്താണ്? എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇവിടെ നോക്കിയേ, ഇവിടെ എഫ് തന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എഫ് കണ്ടുപിടിക്കാൻ പറ്റും. എഫ് എന്താണ്? നമ്മൾ എവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്മോൾ എഫ്, ഇതാണ് സ്മോൾ ജി, ഇതാണ് സ്മോൾ എച്ച്. ദെർഫോർ എഫ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ഐ പ്ലസ് 2x മൈനസ് വൈ ജെ പ്ലസ് വൈ പ്ലസ് സെഡ് കെ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഈ രീതിയിൽ ഒരു ലൈൻ ഇൻ്റഗ്രൽ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഫ് എടുത്ത് എഴുതാൻ പറ്റും. എഫ് നമുക്ക് കിട്ടി. നമുക്ക് വേണ്ട എന്താണ്? കേൾ എഫ് ഈക്വൽ ടു ഐ ജെ കെ ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ ഡിവൈഡ് ബൈ ഡോ വൈ ഡോ ഡിവൈഡ് ബൈ ഡോ സെഡ്. ഇനി എഫ് ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ 2x minus y plus z that equal to I into ഈ കോളം ഈ റോയും ഒഴിവാക്കി. ദെർഫോർ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 1, നെക്സ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ 0 ദറ്റ് ഈസ് 1 മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു ഈ നിൽക്കുന്ന കോളം റോയും ഒഴിവാക്കി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും ദറ്റ് ഈസ് 0. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യും. അപ്പോഴും 0 പ്ലസ് കെ ഇൻറ്റു ഈ നിൽക്കുന്ന കോളം റോയും ഒഴിവാക്കും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും ദറ്റ് ഈസ് 2. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും ദറ്റ് ഈസ് മൈനസ് 1 ദാറ്റ് ഈക്വൽ ടു മൈനസ് ഐ മൈനസ് ജെ പ്ലസ് ഐ മൈനസ് ജെ ആൻഡ് പ്ലസ് കെ. ഓക്കെ, ഇതാണ് കേൾ എഫ്. ഇനി എന്താണ് സെഡ്? എൻ എന്താണ്? മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. ഇതാണ് എൻ. പക്ഷേ സെഡ് എന്താണ്? ഇവിടെ സെഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടണില്ല. ഇവിടെ നോക്കിയേ, അപ്ലൈ സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് 2x മൈനസ് വൈ ഡി വൈ പ്ലസ് വൈ പ്ലസ് സെഡ് ഡി സെഡ് വെർ സി ഈസ് ദി ബൗണ്ടറി ഓഫ് ദി ട്രയാങ്കിൾ. ഇവിടെ തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സി എന്താണ്? തന്നിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ബൗണ്ടറിയാണ്.
ഏതാണ് ഈ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിൾ ജസ്റ്റ് നിങ്ങൾ വരച്ച് നോക്കുക. ട്രയാങ്കിൾ എവിടെ വരിക? 3 ഡയമെൻഷനിൽ. എന്താണ് 0 0 0 പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാണ് 0 0 0. 2 0 0 പറഞ്ഞു കഴിഞ്ഞാലോ എക്സ് 2 വൈ 0 സെഡ് 0, അഥവാ എക്സ് ആക്സിൽ ഈ ഒരു പോയിന്റ്, ദാറ്റ് ഈസ് 0 0 0. നെക്സ്റ്റ് 2 0 0. മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? 0 3 0, അഥവാ വൈ ആക്സിൽ. ഇനി നോക്ക്, ഇങ്ങനെ തന്നിട്ടുള്ളത് ഇതാണ് നമ്മളെ റീജിയൻ. പക്ഷേ ഇവിടെ ഓറിയൻറ്റേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓറിയൻറ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഓറിയൻറ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിലെടുത്ത്. ഇനി ഇതെന്താണ്? Z ഈക്വൽ ടു, ഇവിടെ നോക്കി, ഇതാണ് നമ്മളെ റീജിയൻ അല്ലേ? ഇവിടെ Z ഈക്വൽ ടു എന്താണ്? XY പ്ലെയിനിലാണ് കിടക്കുന്നത് ഈ ട്രയാങ്കിൾ. അപ്പോൾ Z എന്താണ്? Z 0 ആണ്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രീവിയസ് ഒരുപാട് ക്വസ്റ്റ്യൻ ഈ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള റീജിയൻ വരച്ച് നോക്കുക, എന്നിട്ട് Z ഈക്വൽ ടു എന്താ നോക്കുക. കാരണം നമ്മളെ പ്ലെയിൻ എപ്പോഴും Z ഈക്വൽ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Z ഈക്വൽ ടു Y ആയിരുന്നു. അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതും Z ഈക്വൽ ടു Y ആയിരുന്നു. ഇവിടെയൊക്കെ Z തന്നിട്ടുണ്ട്. ഇനി Z തന്നിട്ടില്ലെങ്കിലോ നിങ്ങൾ തന്നിട്ടുള്ള റീജിയൻ വരയ്ക്കുക, എന്നിട്ട് അതിലെ Z നോക്കുക. ഈ ഇക്വേഷൻ, ഈ തന്നിട്ടുള്ള റീജിയൻ എന്താണ്? XY പ്ലെയിനിലാണ് കിടക്കുന്നത്. XY പ്ലെയിനിൽ കിടക്കുന്നതുകൊണ്ട് അവിടെ Z ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ തന്നിട്ടുണ്ട് Z ഈക്വൽ ടു Y. Z ഈക്വൽ ടു Y പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു പ്ലെയിനാണ് Z ഈക്വൽ ടു Y. പക്ഷേ ഇവിടെ നമ്മളെ റീജിയന് എന്താണ് തന്നിട്ടുള്ള? ബൗണ്ടറി എന്താണ്? ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ്. ഇതാണ് നമ്മളെ റീജിയൻ്റെ ബൗണ്ടറി. ഇത് ബൗണ്ടറി ആണെങ്കിൽ നമ്മളെ റീജിയൻ ഇതാ. ഇത് റീജിയൻ ആണെങ്കിൽ അതെന്താണ്? XY പ്ലെയിനിലാണ് കിടക്കുന്നത്. XY പ്ലെയിനിൽ കിടക്കുന്ന ഏതൊരു റീജിയൻ്റെയും ഇക്വേഷൻ എന്തായിരിക്കും? റീജിയൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? അത് Z ഈക്വൽ ടു 0 ആയിരിക്കും. മനസ്സിലായോ? ഹലോ മനസ്സിലായോ? കേൾക്കാൻ പറ്റണില്ലേ? ബാക്കിയുള്ളവരോ? എല്ലാവരും ഉണ്ട്. ഓക്കെ. ഞാൻ ആരും ഇണ്ടാത്തോണ്ട് എപ്പോഴും ഡിസ്കണക്ട് ആയി പോയി വിചാരിച്ച്. ശരി, ഈ ഒരു കാര്യം മനസ്സിലായോ? Z ഈക്വൽ ടു 0 വന്നത്. ഓക്കെ. അതുകൊണ്ട് Z ഈക്വൽ ടു 0. ഇനി എന്താ വേണ്ടേ? എന്നിനെ എന്തായിരുന്നു? Z വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. അതായത് Z വിത്ത് റെസ്പെക്ട് ഇവിടെ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും, വെറും K മാത്രമേ ഉണ്ടാവുള്ളൂ. ദെർഫോർ N എന്താണ്? N ഈക്വൽ ടു K. ഇനി എന്ത് ചെയ്യുക? സിമ്പിളാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യണത് ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R കേൾ F ഡോട്ട് N dA ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ എന്താണ്? കേൾ F 1 മൈനസ് I മൈനസ് J പ്ലസ് K ഡോട്ട് 0I പ്ലസ് 0J പ്ലസ് K ഇൻറ്റു DA ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഈ ടേം 0 വരും, ഈ ടേം 0 വരും, ബാക്കി K 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 ഇൻറ്റു DA. നമ്മളെ റീജിയൻ ഏതായിരുന്നു? തൊട്ട് മുന്നേ നമ്മൾ വരച്ചു. റീജിയൻ ഇതാ. ഇവിടെ ഈ രീതിയിൽ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എക്സ് ആക്സിൽ 2ൽ, Y ആക്സിൽ 1ൽ. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R എന്താണ്? ഈ ട്രയാങ്കിളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയയാണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ G അത് പറഞ്ഞ വോളിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH. ഇനി ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കും. നമ്മൾ ചെയ്ത് നോക്കാം. നമുക്ക് ഹാഫ് BH ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 1. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 1 ആണ് ആൻസർ കിട്ടുക. ചെയ്ത് നോക്കാം. ഇനി കൺഫ്യൂഷൻ ആണെങ്കിൽ ചെയ്ത് നോക്കാം. എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ 1 ഇൻറ്റു DA ദാറ്റ് ഈസ് DA പറഞ്ഞു കഴിഞ്ഞാൽ DY DX. എന്താണ് Y? X വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ. Y വാരി ചെയ്യുന്നതോ? നമുക്കറിയാം തന്നിട്ടുള്ള റീജിയൻ ചതുരമല്ല. ഞാൻ വീണ്ടും കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ്. തന്നിട്ടുള്ള റീജിയൻ ചതുരം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിന് വേണമെങ്കിൽ കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കാം. പക്ഷേ Yക്ക് എന്ത് കൊടുക്കണം? Yക്ക് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കൊടുക്കണം. ഫംഗ്ഷൻ ലിമിറ്റ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? താഴ്ന്ന് മുകളിലോട്ട് ലൈൻ വരക്കും. തമ്മിലുള്ള റീജിയനിൽ കംപ്ലീറ്റ് താഴ്ന്ന് മുകളിലോട്ട് ലൈൻ വരക്കും.
എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്? y ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിൽ y ഈക്വൽ ടു എന്താണോ അത് എഴുതണം. എങ്ങനെ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം? 2 പോയിന്റ് നമുക്കറിയാം. ഈ ഒരു പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ് 1 0 1, ഈ ഒരു പോയിന്റ് 2 0, ഇവിടെ എഴുതി 0 1, നെക്സ്റ്റ് 2 0. എങ്ങനെ നമ്മൾ ചെയ്യാം? ഇവിടെ ഒരു XY എഴുതും, എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് M1 വിളിച്ചു, ഇതിൻ്റെ സ്ലോപ്പ് M2 വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? M1ഉം M2 ഈക്വൽ ആയിരിക്കും. ഒരു ലൈനിലെ 2 സെഗ്മെൻ്റ് ആണ് എടുത്തുള്ളത്. Therefore y minus 0 divided by x minus 2 that equal to 1 minus 0 divided by 0 minus 2. That is y minus 0 equal to y minus 0 ഏതാണ്? y by x minus 2 equal to 1 divided by minus 2. Okay, that equal to y equal to ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ that is x minus 2 divided by minus 2. That equal to y equal to എന്തായിരിക്കും? 2 plus x by 2 അല്ലെങ്കിൽ 2x minus 2 divided by 2 മൈനസ് ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു y ഈക്വൽ ടു മൈനസ് ദാറ്റ് ഈസ് 2 മൈനസ് എക്സ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് y ഈക്വൽ ടു 2 മൈനസ് എക്സ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ആൻസർ എഴുതി വെക്കാം. ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ചെയ്യണോ? അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യണോ? ഒന്നും കൂടി ചെയ്യാം. ഇതും കൂടി ചെയ്യാം. ഇവിടെ ഫൈൻഡ് യൂസ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ്. ഇവിടെ നോക്ക്, യൂസ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് പറഞ്ഞുള്ള വർക്ക് ഡൺ ആണ് ഇവാലുവേറ്റ് പറഞ്ഞത്. പക്ഷേ സ്റ്റോക്സ് തിയറം എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് പറയും. ഇനി അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ രീതിയിലാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. യൂസ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. എഫ് തന്നിട്ടുണ്ട്. അതേപോലെ ഇനി എഫ് എന്താണ്? എഫ് ഈക്വൽ ടു എക്സ് മൈനസ് 2y പ്ലസ് വൈ മൈനസ് സെഡ് ജെ പ്ലസ് സെഡ് മൈനസ് എക്സ് കെ. നെക്സ്റ്റ് കേൾ എഫ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ ഡിവൈഡ് ബൈ ഡോ വൈ ഡോ ഡിവൈഡ് ബൈ ഡോ സെഡ്. പിന്നെ എഫ് ദറ്റ് ഈസ് എക്സ് മൈനസ് 2y y മൈനസ് സെഡ് മൈനസ് എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇത് ഈ കോളം ഈ റോയും ഒഴിവാക്കുക. എന്നിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ദാറ്റ് ഈസ് 0. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ -1 വരും. നെക്സ്റ്റ് മൈനസ് ജെ ഇൻറ്റു ഈ കോളം റോയും ഒഴിവാക്കുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ -1. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ -0. നെക്സ്റ്റ് പ്ലസ് കെ ഇൻറ്റു ഈ കോളം റോയും ഒഴിവാക്കുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ -2. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0 വരും. മൈനസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ -2. Therefore I പ്ലസ് ജെ പ്ലസ് 2k. ഇനി എന്താണ് n ഈക്വൽ ടു n? ഇവിടെ നോക്ക്, C is the circle x square plus y square equal to a square in the xy plane. xy പ്ലെയിനിലെ ഒരു സർക്കിളാണ് നമ്മുടെ C. അഥവാ C പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൻ്റെ ബൗണ്ടറിയാണ് C. ആ സർക്കിൾ എന്താണ്? XY പ്ലെയിനിലാണ് കിടക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, XY പ്ലെയിനിലാണെങ്കിൽ z ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ z ഈക്വൽ ടു 0 നിങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷേ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് C ഈസ് ദി സർക്കിൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ ഇൻ ദി XY പ്ലെയിൻ. ഇവിടുന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടണേ? z ഈക്വൽ ടു 0 എന്ന് കിട്ടണത്. z ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ ടേം 0 ആയിരിക്കും. Therefore n ഈക്വൽ ടു k ആണ് കിട്ടുക. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങൾ ചെയ്യോ? ഞാൻ ബാക്കി ചെയ്യണില്ല, എനിക്ക് ഈ സമയത്ത് വേറെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ഇനി എടുക്കണമെങ്കിൽ ഈ ടോപ്പിക്ക് വീണ്ടും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും പറയാണ്, കൃത്യമായി പഠിക്കുക, കൃത്യമായി സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് ചോദിച്ച് പഠിക്കുക. ഓക്കെ, ശരി.